ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ സമയത്തുള്ള ഷോപ്പിംഗ് ഒക്കെ എന്തായി? ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത സാധനം ഓരോന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള സാധനം ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതല്ലേ അൺബോക്സ് ചെയ്യാനുള്ളത്? വേറെ ആയിട്ടാണോ? ഓക്കെ. അപ്പോൾ ഇതല്ല നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഇത് കുറച്ച് വലിയ പാക്കേജാണ്. ഇത് അടുത്ത വീഡിയോ. ഇത് കാണാൻ മറക്കല്ല ഇതെന്താണെന്ന്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഐറ്റമാണ്, ചെറിയൊരു ബോക്സിലുള്ള ഐറ്റം. നമ്മുടെ അൺബോക്സിന് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കത്തി കാണാനില്ലേ, അപ്പോൾ അതേ കത്തിരിക്ക വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി തമ്പനയിൽ കണ്ടു കാണും. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹോണറിൻ്റെ വാച്ച് 2 ആണ്. ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐറ്റം. ഈ ഒരു ഐറ്റം എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ്. എൻ്റെ SBI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് അവൻ പർച്ചേസ് ചെയ്തത്. 9,999 രൂപയ്ക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എൻ്റെ HDFCയുടെ കാർഡ് ഉണ്ടായിരുന്നു, SBIയുടെ കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. എൻ്റെ 2 SBIയുടെ കാർഡ് ഉണ്ട്, അത് വെച്ച് ഓർഡർ ചെയ്തു തന്നു. അപ്പോൾ അവൻ 1000 രൂപ ഡിസ്കൗണ്ടും കിട്ടി. അപ്പോൾ 9,000 രൂപയ്ക്ക് സാധനം കൈ കിട്ടി. ഇതിൻ്റെ തന്നെ 2 വേർഷൻ ഉണ്ടായിരുന്നു, 42 mm, ഇത് 45 mm. 42 mm പിന്നെ 1000 രൂപ കുറവായിരുന്നു. ചെറിയ ബാറ്ററിയുടെ ഒക്കെ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ വേർഷൻ എന്ന രീതിയിലാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ വാച്ച് അൺബോക്സ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഇതിൻ്റെ യൂസസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതെൻ്റെ പഴയ സ്മാർട്ട് വാച്ച് കേട്ടോ, ഫോസിലിൻ്റെ. അതിപ്പോൾ ഇത് കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ഈ വാച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, എന്നിട്ട് അവസാനം ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കമ്പാരിസൺ നോക്കി നോക്കാം. നമുക്ക് ബോക്സിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വാച്ചിൻ്റെ പിക്ചർ ഉണ്ട് ഫ്രണ്ടിൽ. പിന്നെ ഹോണർ മാജിക് വാച്ച് 2 46 mm എന്നുള്ള ഒരു എഴുത്തുണ്ട്, അതല്ലാണ്ട് വരുന്നില്ല. ഈ സൈഡിൽ ഇമ്പോർട്ട്, വില, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തോ ബാർകോഡ്. വേറെ ഒന്നും പാക്കേജിങ്ങിൽ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഡീറ്റെയിൽസ് ഒന്നും പാക്കേജിങ് കൊടുത്തിട്ടില്ല. നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. സിമ്പിൾ പാക്കേജിങ് ആണ്. വാറൻറ്റി വേർഡിൻ്റെ മറ്റേ മൊബൈൽ പൊളിക്കണ പോലെ കവർ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിപൊളി സാധനമാണല്ലോ, നല്ല അടിപൊളി പാക്കേജിങ് ആണ്. കാണാൻ തന്നെ എന്താ പറയുക, നല്ലൊരു നോർമൽ വാച്ചിൻ്റെ ഒരു ഫീലുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി കാണുമ്പോൾ ഒരു നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം രണ്ടും സെയിം ഡയലാണ് എൻ്റെ പഴയ വാച്ച് വെച്ച് നോക്കുമ്പോൾ. അത് മറ്റേത് ഫോസിൻ്റെത് 45 mm ആണ്, ഇത് 46 mm ആണ്. ലുക്ക് ആൻഡ് ഫീൽ ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ 2 ബട്ടൺസിൻ്റെ എണ്ണം കൂടുതലുണ്ട്, ഇതിൽ ജസ്റ്റ് 2 ബട്ടൺസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടി എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഇത് വാച്ച് വയ്ക്കാനുള്ള അറ മാത്രമാണ്. ഇതിൽ ചാർജിങ് പോഡ്, ചാർജിങ് കേബിള്, എൻ്റെ വാറൻറ്റി, യൂസർ മാനുവലുമാണ്. ചാർജിങ് കേബിള് എന്താ ഇത്രയേ ഉള്ളൂ. C ടൈപ്പാണ് ഈ ചാർജർ. സാധാരണ എൻ്റെയൊക്കെ ഡയറക്റ്റ് ചാർജിങ് ആണ്. ഇതിൻ്റെ ചാർജിങ് നിങ്ങൾ ഇതിന് മുന്നത്തെ മറ്റേ റിയൽമിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട് ചാർജിങ്ങിൻ്റെത് എങ്ങനത്തെയാണ് സ്നാപ്പ് ചെയ്യണത്. നോർമലാണ്. അപ്പോൾ ഇത് C ടൈപ്പ് ചാർജറാണ്. ഫാസ്റ്റായിട്ട് ചാർജ് കയറുന്നതിന് പ്രതീക്ഷിക്കാം. ഇതാ C ടൈപ്പാണ് ചാർജർ മാഗ്നറ്റിക്കാണ്. ഓക്കെ, ഇതാ ചാർജർ ഓട്ടോമാറ്റിക്കായിട്ട് കുത്തി പിടിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കാണാനും പിടിക്കാനൊക്കെ നല്ല പ്രീമിയം ലുക്ക് തന്നെയുണ്ട്. നമുക്കിതൊന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ബിൽഡ്. ഇത് ഹാർട്ട് റേറ്റും SPOC മോണിറ്ററും ആണ്. ഇത് രണ്ടുമാണ് ചാർജിങ് പോർട്ടുകൾ. 2 ബട്ടൺസ് ഉണ്ട്, രണ്ടും പ്രസ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസാണ്. ഇത് യൂസ് ചെയ്തേക്കുന്നത് നോർമൽ സ്ട്രാപ്പാണ്. ഇത് നമുക്ക് മാറ്റാനും പറ്റും. സ്ട്രാപ്പ് ഊരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ സ്ട്രാപ്പ് ഇഷ്ടമുള്ളത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതേ സെയിം ക്ലിപ്പ് തന്നെയാണ് ഇതിലും വരുന്നത്. ഈ ഫോസിലിൻ്റെ വാച്ചിലുള്ളത് ഹാർട്ട് റേറ്റ് മോണിറ്റർ മാത്രമാണ്. ഈ ഹോണറിൻ്റെ മാജിക് വാച്ച് 2 SPOC 2 മോണിറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററും ഉണ്ട്. അപ്പോൾ ബ്ലഡ് ഓക്സിജൻ ലെവലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. രണ്ടും വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് കൂടുതൽ എനിക്ക് ഫോസിലിനാണ് തോന്നുന്നത്. ഇത് രണ്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. പക്ഷേ കുറച്ച് വെയിറ്റ് കൂടുതൽ ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഫോസിലിനാണ്. പക്ഷേ കാണാൻ രണ്ടും ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇത് മാത്രമേ. നമുക്ക് ഈ വാച്ച് ഓൺ ചെയ്ത് ബൂട്ടപ്പ് ചെയ്ത് എൻ്റെ ഫോണായിട്ട് പെയർ ചെയ്യുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഈ വാച്ചിൻ്റെ എന്ന് നോക്കി നോക്കാം. ഈ ഒരു വാച്ചിൽ യൂസ് ചെയ്തേക്കുന്നത് 1.39 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീനാണ്. 46 mm ആണ് ഡയൽ. 454x454 ആണ് ഇതിൻ്റെ പിക്സൽ റെസൊല്യൂഷൻ. ഈ ഒരു വാച്ചിൽ യൂസ് ചെയ്തേക്കുന്നത് കിരിൻ്റെ A1 ചിപ്സെറ്റാണ്. 455 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. 14 ദിവസത്തെ സ്റ്റാൻഡ് ബൈ ആണ് കമ്പനി അവകാശപ്പെടുന്നത്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ മോഡൽ. മീറ്റർ വരെയാണ് ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് ഊരാണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കോൾ ഫംഗ്ഷൻ ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ മൊബൈലായിട്ട് ഈ വാച്ച് ബ്ലൂടൂത്ത് വഴി കണക്റ്റഡ് ആണെങ്കിൽ മൊബൈലിൽ കോൾ വരുന്ന സമയത്ത് ഇതിൽ ഡിസ്പ്ലേയിൽ കാണിക്കും. അതുമാത്രമല്ല ഈ വാച്ചിൽ കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റും. അതായത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ കൂടി ഈ വാച്ച് ഉപയോഗിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്ത് ഈ വാച്ചിലൂടെ സംസാരിക്കാൻ പറ്റും. ആ ഒരു ഫീച്ചറിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയുടെ കുറച്ച് മുന്നോട്ട് പോയി കാണിച്ചു തരാവുന്നതാണ്.
മ്യൂസിക് പ്ലേ ബാക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വാച്ചിൽ 4 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. അതിൽ 2 GB സിസ്റ്റം ഓക്യുപ്പൈഡ് ആണ്. ബാക്കിയുള്ള 2 GB നമുക്ക് ഫോൺ വഴി മ്യൂസിക് ഈ ഒരു വാച്ചിലേക്ക് ആക്കിയിട്ട് ഫോൺ ഉപയോഗിക്കാതെ തന്നെ വാച്ചിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ ഫോണിലെ മ്യൂസിക് നമുക്ക് വാച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് മാറ്റാനുള്ളതൊക്കെ മ്യൂസിക് കൺട്രോളറിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. എക്സസൈസിന് വേണ്ടി 13 വ്യത്യസ്തമായ ഫിറ്റ്നസ് മോഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ സ്വിമ്മിങ്, സൈക്ലിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കണ്ടില്ലേ. ഇനി നമുക്കിത് പെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ യൂസസ് ഒക്കെ എങ്ങനെ നോക്കാം. ഇതിലിപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ളത് ഒരു വാച്ച് ഫേസ് ആണ്. ഇത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കൂടിയാണ്. ഞാനിപ്പോൾ അത് സെറ്റിങ്സിൽ മാറ്റിയിട്ടില്ല, ജസ്റ്റ് കണക്റ്റഡ് ആണ്. 75% ബാറ്ററി ഉണ്ട്. നമുക്ക് വാച്ച് ഫേസ് മാറ്റാൻ പറ്റും. ഹെൽത്ത് മോണിറ്ററിങ്, വാച്ച് ഫേസ് മാറ്റണമെങ്കിൽ നമുക്ക് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള വാച്ച് ഫേസ് നമുക്ക് ഇതിൽ മാറ്റാൻ പറ്റും. അല്ലാതെ തന്നെ വാച്ച് ഫേസസ് മാറ്റണമെങ്കിൽ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ വാച്ച് ഫേസ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാൻ പറ്റും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് വരും. ഇതിൽ 2 ബട്ടൺസാണുള്ളത്. ഇത് അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തൊക്കെയാണ് മെനു എല്ലാം വരുന്നുണ്ട്. വർക്കൗട്ട് റെക്കോർഡ്സ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ ലെവൽ, ആക്ടിവിറ്റി റെക്കോർഡ്സ്, സ്ലീപ്പ്, സ്ട്രെസ്സ്, കോൾ ലോഗ്, കോണ്ടാക്ട്സ്. കോൾ ലോഗ് നോ റെക്കോർഡ്സ് ആണ് കാണിക്കുന്നത്. കാരണം ഇതിൽ വന്നിട്ട് ഒന്നും വന്നിട്ടില്ല. ബാക്കി കേസ് പിന്നെ കോണ്ടാക്ട്സ് യൂസ് ചെയ്യാത്ത ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിൽ എൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ ഇന്ന് എടുത്തിട്ട് കോൾ വിളിക്കാനും പറ്റും. നമുക്കതൊക്കെ ഫീച്ചറൊക്കെ നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. മ്യൂസിക് ഇതിൽ ഇൻബിൽഡ് 4 GB മെമ്മറി ഉണ്ടായിരുന്നു. ഞാൻ അത് സ്പെക്കിൽ കാര്യത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ 4 GB മെമ്മറിയിലുണ്ട്. 2 GB ഓൾറെഡി സിസ്റ്റം ഓക്യുപ്പൈഡ് ആണ്. പിന്നെ ബാരോമീറ്റർ, ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ് മീറ്റർ ആണത്. കോമ്പസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ്, വെതർ, സ്റ്റോപ്പ് വാച്ച്, അലാറം, ഫ്ലാഷ് ലൈറ്റ്, ജസ്റ്റ് വൈറ്റ് ലൈറ്റ്. ഇതിൻ്റെ ഒരു ഫൈൻഡ് ആൻഡ് ഫോൺ, സെറ്റിങ്സ്, ഇയർബഡ്സ് നമുക്ക് നേരിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം, ഹെഡ്സെറ്റ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പ്ലേ ചെയ്യാം. ഡിസ്പ്ലേയിൽ വാച്ച് ഫേസസ്, സ്റ്റാൻഡ് ബൈ വാച്ച് ഫേസ്, ബ്രൈറ്റ്നസ് ഓട്ടോ ആണ്. അഡ്വാൻസ്ഡ് പോയി കഴിഞ്ഞാൽ സ്ലീപ്പ്, സ്ക്രീൻ ഓൺ ടൈം. ഇതിൽ മാറ്റിയിട്ട് നമുക്ക് ഓൾവേസ് ഓണും കൊടുക്കാൻ പറ്റും. സ്ക്രീൻ ഓൺ ടൈം ഞാൻ കൂട്ടിക്കൊണ്ടിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ വാച്ച് ഫേസ് ഞാനാണ് കൊടുത്തേക്കുന്നത്. അനലോഗ് കൊടുക്കാം. സ്റ്റാൻഡ് ബൈ ഓൾവേസ് ഓൺ ആണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വാച്ചിൻ്റെ ടൈം മാത്രം കാണിക്കും. ബ്രൈറ്റ്നസ് ഓട്ടോ കൊടുത്തിട്ടുണ്ട്. സൗണ്ട്സ്, വോളിയം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ തന്നെ ഇൻബിൽഡായിട്ട് സ്പീക്കർ ഉണ്ട്. അപ്പോൾ നമുക്ക് കോൾസൊക്കെ ഇത് വെച്ചിട്ട് എടുക്കാനൊക്കെ പറ്റും. ഇയർഫോൺ ഇല്ലെങ്കിൽ കൂടി ഈ വാച്ച് ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും. ആ ഫീച്ചറൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാവുന്നതാണ്. സൈലൻറ്റ് മോഡ്, സ്ട്രെങ്ത്ത്, അതായത് വൈബ്രേഷൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം കൊടുക്കണമെന്ന്. ഡു നോട്ട് ഡിസ്റ്റർബ്, ഡൗൺ ബട്ടൻ്റെ യൂസ് ചെയ്തിട്ട് ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള യൂസേജ് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. സിസ്റ്റം ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഡീറ്റെയിൽസാണ്. വേർഷൻ, മാക്ക്, മോഡൽ, ഡിവൈസ് നെയിം, ഇതൊക്കെയാണ്. ഈ സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്കിലേക്ക് പോകും. ഇത് നമുക്ക് ലെഫ്റ്റേക്ക് വെറുതെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്റ്റെപ്സ് നടന്നു, എത്ര ടൈം വർക്കൗട്ട് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് വരിക. ഒന്നുകൂടി ലെഫ്റ്റിക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക്. ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള മ്യൂസിക്കാണത്. അതായത് നമുക്ക് ഫോണിൽ നിന്ന് പ്ലേ ചെയ്യുമ്പോഴും ഇതിൽ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ 2 GB മെമ്മറി ഇതിലുണ്ട്. അതിൽ വെച്ചിട്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വെതറിൻ്റെ കണ്ടീഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നെ സ്ട്രെസ് ലെവൽ, ഇത് ഹാർട്ട് റേറ്റിൻ്റെയാണ് തിരിച്ചത്. മുകളിൽ താഴേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള പോലെ തന്നെ മെനൂസാണ്. ഡു നോട്ട് ഡിസ്റ്റർബ്, ഷോർട്ട് ടൈം, ഫൈൻഡ് എ ഫോൺ, അലാറം, സെറ്റിങ്സ്. പിന്നെ ബാറ്ററി, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ് കാണിക്കുന്നത്. ഡേറ്റ്. താഴെ നിന്ന് ഇത് നോട്ടിഫിക്കേഷൻസ് ആണ്. അടിയിൽ നിന്ന് മുകളിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സൈഡിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെ റൗണ്ട് അടിച്ച് തിരിച്ചിങ്ങോട്ട് വരുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കാരണം എൻ്റെ ഫോസിലിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് തിരിക്കാൻ പറ്റുന്നതാണ്. ഇതിനില്ല, ഇത് സെലക്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ. സെലക്റ്റും ബാക്കും മാത്രമേ. ഇതിന് നമുക്ക് എന്തെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓൾറെഡി വർക്കൗട്ടിൻ്റെതാണ് അസൈൻ ചെയ്തേക്കുന്നത്. ഇതെൻ്റെ പഴയ ഫോസിലിൻ്റെ സ്മാർട്ട് വാച്ചാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസീവ്നെസ് എനിക്ക് കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഹോണറിൻ്റെ വാച്ചിലാണ്. കാരണം ഫോസിൽ ഇത്രയും റെസ്പോൺസീവായിട്ട് തോന്നില്ല. കാരണം ഇത് പഴയ പ്രോസസ്സറാണ്, സ്നാപ്ഡ്രാഗൻ്റെ. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് A1 കിരിൻ എന്ന ചിപ്സെറ്റാണ്. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്ററാണ്. പിന്നെ ഭയങ്കര സ്മൂത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തതിൽ. പിന്നെ ഇതിൽ ഡിസ്പ്ലേയും കുറച്ചുകൂടി ബെറ്ററാണ്, AMOLED സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മൾ മെനു എടുത്ത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് തിരിക്കാൻ പറ്റും. ഇത് UI കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ഫീൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഹോണറിൻ്റെ വാച്ചിലാണ്, ഫോസിലിനേക്കാളും. പിന്നെ കുറച്ചുകൂടി ബെറ്റർ ഫീച്ചേഴ്സാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചേഴ്സാണ്. കാരണം ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ്. അതിൽ 4.0. അപ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസ് ആയിട്ട് ഈ വാച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇതിൽ തന്നെ കോൾ എടുക്കാനും ഇത് കട്ട് ചെയ്യാനൊക്കെ പറ്റും. ഈ ഒരു ഹോളാണ് മൈക്രോഫോൺ. ഇത് സ്പീക്കർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ചെറിയൊരു 2 ഹോൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് സ്പീക്കർ. പിന്നെ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ ബിൽഡ് ക്വാളിറ്റി നല്ല അടിപൊളിയാണ്. നമുക്ക് ഏതെങ്കിലും ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് വേറെ മൊബൈലിൽ നിന്ന് ഇതിലേക്ക് ഒന്ന് വിളിച്ച് നോക്കിയിട്ട് ഇതിൽ കോളും പേരും കാണിക്കുന്നുണ്ടോ നോക്കാം. ഞാൻ വാട്സാപ്പ് കോളാണ് കൊടുത്തത്, അതിന് നോട്ടിഫിക്കേഷൻ വരുന്ന നോക്കട്ടെ. വാട്സാപ്പ് കോളിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല. മെസ്സേജ് കൊടുത്തു നോക്കട്ടെ. ആ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്തിട്ടോ, അതായത് നമ്മുടെ മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്.
പക്ഷേ ഇതിൽ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ മെസ്സേജിനൊന്ന് റീഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഫോസിൻ്റെ വാച്ചിലൊരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് റിപ്ലൈയും ചെയ്യാൻ പറ്റും. മെസ്സേജ് വന്ന് നമുക്ക് അതനുസരിച്ച് ഗൂഗിളിൻ്റെ വോയിസ് അസിസ്റ്റൻറ്റ് വെച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റും. അല്ല, ഈ ഒരു വാച്ചിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റോ വോയിസ് സെർച്ചിങ്ങോ ഒന്നും എനേബിൾഡ് അല്ല, ഒന്നുമില്ല. കാരണം അതിൻ്റെ പ്രൈസ് പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയത് ഏകദേശം 14,000-15,000 രൂപ. ഇതൊരു 10,000 രൂപ വെച്ചാണ് 9,000 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ വാച്ച് ഇപ്പോൾ വില പറഞ്ഞു കേട്ടോ. എക്സ്പ്ലോറിസ്റ്റ് ഈ ഫോസിൻ്റെ വാച്ച് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു മോഡലിനേക്കാളും വില കുറവാണ്, പക്ഷേ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. ഇത് കണ്ട 35% ബാറ്ററി തീരെ നിൽക്കുന്നില്ല. ഇത് കഷ്ടിച്ച് ഇപ്പോൾ ചാർജ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് അരമണിക്കൂർ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതിന് 35% ബാറ്ററി. അത് വെച്ച് നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് ഈ ഒരു വാച്ചിന് തന്നെയാണ്. ഏകദേശം 14 ദിവസമാണ് കമ്പനി ആവശ്യമുണ്ട്. അറ്റ്ലീസ്റ്റ് 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കിട്ടിയാലും നമുക്ക് നല്ലതാണ്. ഇത് തീരെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് അഡ്വാൻറ്റേജ് ഉള്ള വാച്ച് എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ തന്നെയാണ്. ഇനി നമുക്ക് എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് ഇതിലേക്ക് കോൾ വിളിച്ച് നോക്കാം. അപ്പോൾ എത്രത്തോളം പെട്ടെന്ന് ഇതിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് അറിയാം. എൻ്റെ മൊബൈൽ സൈലൻ്റാണ്, ബ്ലൂടൂത്ത് വഴി ഇത് കണ്ടിട്ടാണ് ഞാൻ ഫോൺ വിളിക്കുകയാണ്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. ഈ ഒച്ച കേൾക്കുന്നത് ഫോണിൽ നിന്നല്ല, ഈ വാച്ചിലത്തെ സ്പീക്കറിൽ നിന്നാണ്. നല്ല വൈബ്രേഷൻ ഉണ്ട്, നല്ല നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ എടുത്ത് സംസാരിക്കാൻ പറ്റും. ഡിക്ലൈൻ ചെയ്യണമെങ്കിൽ ഡിക്ലൈൻ ചെയ്യാം. ഇതിൽ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഒരു വാച്ചിൻ്റെ സ്പീക്കർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വർത്തമാനം പറയാൻ പറ്റും. ഇവിടെയാണ് മൈക്രോഫോൺ വരുന്നത്, ഇവിടെയാണ് സ്പീക്കർ വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടൊരു ഫീച്ചറാണ്. കാരണം ഫോൺ അപ്പോൾ അത്യാവശ്യം ബൈക്ക് ഓടിക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഇത് വന്നു കഴിഞ്ഞാൽ കോളേജിൽ എടുത്തിട്ട് ഞാൻ വണ്ടി ഓടിക്കുകയാണെന്ന് പറയാം. ഡിവൈസസിൽ പോയിട്ട് നമുക്കിതിൽ ഫേവറേറ്റ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. ഇതിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വാച്ച് ഓർഡർ ചെയ്ത ഫ്രണ്ടിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇതിലെ കോൺടാക്ട്സിൽ അത് കാണിക്കുള്ളൂ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം. കോൺടാക്ട്സിൽ ആ പേര് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അവിടേക്ക് നമുക്ക് കോൾസ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോൺടാക്ട്സ് എന്ന് പറഞ്ഞ സെറ്റിങ്സ് ഈ മൊബൈലിൽ ശരിയാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഈ ഒരു വാച്ചിൽ കാണിക്കും. എന്നിട്ട് നമുക്ക് ഇത് വാച്ച് ഉപയോഗിച്ചിട്ട് ഫോൺ പോക്കറ്റിലാണെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് കോൾസ് പ്ലേസ് ചെയ്യാൻ സാധിക്കും. കോൾ ലോഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത്, അതായത് നമ്മുടെ ഇങ്ങോട്ട് വിളിച്ചവരെയൊക്കെ തിരിച്ച് വിളിക്കണമെങ്കിൽ വിളിക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റീഡയൽ ചെയ്യുന്ന നമ്പറേക്ക് പോകാം. ഇത് മിസ് കോൾ എന്നാണ് കാണിക്കുന്നതാണ്. അമ്മ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു വളരെ യൂസ്ഫുൾ യൂസ്ഫുൾ ഫീച്ചറാണ്. അപ്പോൾ ഇതിന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇല്ലെങ്കിലും ഈ ഫോണിൽ നിന്ന് നമുക്ക് കോൾ പിക്കപ്പ് ചെയ്തിട്ട് ഈ വാച്ചിലൂടെ സംസാരിക്കാൻ പറ്റും. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഓണറെ ഒന്ന് വിളിച്ച് നോക്കാം. ഞാൻ ഫോണിൽ സംസാരിക്കുന്നില്ല, ഇതിൽ സംസാരിക്കാം. ഇപ്പം നിങ്ങൾ കേൾക്കണ വെച്ചാൽ വാച്ചിൻ്റെ ഉള്ളിലത്തെ സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്നാട്ടോ. ഹലോ, ആ ഷിജിലേ, ആ നിൻ്റെ വാച്ചിൽ നിന്നാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ അടിപൊളി സാധനം, കൊള്ളാം, അടിപൊളിയാണ്. വാച്ചിൽ നിന്നുള്ള സ്പീക്കറിൽ നിന്നാണ് ഇപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നത്, ഈ വർത്തമാനം കേൾക്കുന്നത്. ആ ഞാൻ ഫോണൊന്ന് കണക്ട് ചെയ്ത കുറച്ച് ഫോണിൻ്റെ ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്തിട്ട് ആണോ? ആ ഫോണിലെ ബ്ലൂടൂത്ത് ഞാൻ വേറെ ബ്ലൂടൂത്ത് ഡിവൈസ് ഒന്നും കുത്തിയിട്ടില്ല. ജസ്റ്റ് ഈ ഫോണിൻ്റെ സ്പീക്കർ ഉപയോഗിച്ചിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. നല്ല സൗണ്ട് ഉണ്ട്. ഔട്ട്ഡോറിന് അത്യാവശ്യം യൂസിന്, വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഞാൻ വണ്ടി ഓടിക്കാമെന്ന് പറയാനൊക്കെ പറ്റും. അങ്ങനത്തെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ വിളിച്ചതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ എന്നാൽ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു വാച്ച് ഉപയോഗിച്ചിട്ട് തന്നെ മൊബൈൽ പുറത്തെടുക്കാതെ ഫേവറേറ്റ് കോൺടാക്ട്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് തന്നെ കോൾസ് പ്ലേസ് ചെയ്യാൻ നോക്കി. ഞാൻ ഇത്ര നേരം സംസാരിച്ചത് ഈ ഒരു വാച്ചിൻ്റെ സ്പീക്കറിലൂടെ തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ടാവും, നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഡ്രൈവിങ്ങിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ തന്നെ ജസ്റ്റ് ഈ വാച്ച് എടുത്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ വർത്തമാനം പറയാം. ഇങ്ങനെയാണ്, ഓക്കെ ഞാൻ ഡ്രൈവിങ്ങിലാണെന്ന് അത്യാവശ്യം എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും ഫോണിൽ സംസാരിക്കരുത്. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇതിൽ കോൺടാക്ട്സിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ആപ്പിൽ പോയിട്ട് ഫേവറേറ്റ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇതുണ്ട്, മെനുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കോൺടാക്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് അത് ഫോണിലായിട്ട് സിങ്ക് ചെയ്യാം. അപ്പോൾ ഫോണിൽ ആ നമ്പർ അതിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഡയൽ ചെയ്യാം. ഇനി നമുക്ക് വാച്ച് ഉപയോഗിച്ച് മ്യൂസിക് പ്ലെയർ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കാം. നമുക്ക് ഏതായാലും ഇത് പ്ലേ ചെയ്ത് നോക്കാം. സൗണ്ട് കുറച്ച് വെച്ചേക്കാം, കോപ്പറേറ്റ് ഇഷ്യൂസ് കാരണം. ഓക്കെ, ഇതിൽ കാണിക്കുന്നുണ്ട്. ഇന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ലോസ് ആവുന്നുണ്ട്. സൗണ്ട് കൂട്ടി വെക്കാം. സൗണ്ട് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലേക്ക് വരും കേട്ടോ. ഇതിപ്പോൾ ഫോണിൽ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അത് ഇത് സെറ്റിങ്സ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫോണിലെ മ്യൂസിക് കൺട്രോൾ ചെയ്യണത് വാച്ചിൽ തന്നെ മ്യൂസിക് കൺട്രോൾ ചെയ്യണമെന്ന ഓപ്ഷൻ. നെക്സ്റ്റ് വരുന്നുണ്ട്. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ബാക്ക് അടിക്കാൻ പറ്റുന്നോട്ടെ. ഇല്ല, ഫോർവേഡ് എന്ന ഓപ്ഷനില്ല. നെക്സ്റ്റും പോസും പ്ലേയും വോയിസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അത് കൊള്ളാം. ഇത് നമുക്ക് ആപ്പ് ഓപ്പൺ ആവേണ്ട തന്നെ ഇത് കണക്റ്റഡ് ആണെങ്കിൽ പ്ലേ ആവും നോക്കാം.
പ്ലേ ആവുന്നുണ്ട് കേട്ടോ. ഈ ഒരു മ്യൂസിക് കൺട്രോൾ ഫീച്ചർ എന്ന് പറയുന്നത് എല്ലാ ഒരു സ്മാർട്ട് വാച്ചിലും ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഏകദേശം സ്മാർട്ട് ബാൻഡ്സിൽ വരെ ഇപ്പോൾ ചെറുതായി വരുന്നുണ്ട്. പക്ഷേ ഇതിൽ എക്സ്ട്രാ ഫീച്ചർ ഉള്ളത് നമുക്ക് വാച്ചിൽ ഒരു 2 GB മെമ്മറി സ്റ്റോറേജ് ഉണ്ട്. അതിലേക്ക് പാട്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതാക്കാം, ഇതും തന്നെ പ്ലേ ചെയ്യാം ഫോണിലാണ്ട്. അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്പിൽ തന്നെ പോയി കഴിഞ്ഞാൽ മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മാനേജ് മ്യൂസിക്. അപ്പോൾ ഇതിൽ നമുക്ക് പാട്ടുകളൊക്കെ ഈ ഡിവൈസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2 GB ഇതിലേക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അതിന് ഡാറ്റ കേബിളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഇത് ഉപയോഗിച്ചിട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പ്രോപ്പർ കമ്പാരിസൺ എന്ന രീതിയിലൊന്നും കമ്പയർ ചെയ്തിട്ടില്ല ഫോസിലായിട്ടുള്ള. എന്നാലും ഓവറോൾ ഇതുവരെയുള്ള കമ്പാരിസണിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഇപ്പോൾ ഓണർ വാച്ച് തന്നെയാണ്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ബെറ്റർ പ്രൊസസ്സറാണ്, കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ ഇൻബിൽഡ് സ്പീക്കർ ഇതൊക്കെ ഉണ്ട്. ഇതിലും ഹാപ്റ്റിക് ഫീഡ്ബാക്കും ഉണ്ട്. പക്ഷേ ഇതിൽ കോൾ എടുക്കാൻ പറ്റും, ബ്ലൂടൂത്ത് ഡിവൈസ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. ഇതിൽ തന്നെ സംസാരിക്കാൻ പറ്റില്ല. ഇതിൽ മൈക്രോഫോൺ അതൊന്നുമില്ല. ഇതിൽ മൈക്രോഫോണും ഉണ്ട്, അതേപോലെ തന്നെ സ്പീക്കറുണ്ട്. അപ്പോൾ കോൾസൊക്കെ നമുക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറും. കാരണം അതിൽ എളുപ്പത്തിൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വർത്താനം പറഞ്ഞിട്ട് വയ്ക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഇതിന് തന്നെ ഡയൽ ബാക്ക് ഉണ്ട്. ഇപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് തന്നെ കോൺടാക്ട്സിൽ ഫേവറേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഈ ഒരു വാച്ചിൽ തന്നെ മ്യൂസിക് നമുക്ക് 2 GB സ്പേസ് ഉണ്ട്. അതിൽ മ്യൂസിക് സ്റ്റോർ ചെയ്തിട്ട് ഫോണിൻ്റെ സഹായം ഇല്ലാതെ ഇതും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും വെച്ച് മാത്രം പാട്ട് കേൾക്കാൻ പറ്റും. ഫോസിലിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഗൂഗിൾ അസിസ്റ്റന്റ് അവൈലബിൾ ആണ്. ഫോസിൽ വാച്ചിലുള്ളത് വെയർ ഓയിസ് ആണ് ഗൂഗിളിൻ്റെ. അത് വാച്ചിന് തന്നെ കമ്പാറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഇറക്കിയേക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഓയിസ് ആണ്. ഓണറിൽ ഡയറക്റ്റ്ലി ഉള്ളത് ആൻഡ്രോയിഡ് ഓയിസ് ആണ്. അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ വെയർ ഓയിസിൽ അവൈലബിൾ ആണ്. അപ്പോൾ വാച്ച് കമ്പാറ്റബിൾ ആയിട്ടുള്ള എക്സ്ട്രാ ആപ്സ് നമുക്ക് ഫോസിലിൻ്റെ വാച്ചിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ മാപ്സ് ഒക്കെ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ മാപ്സ് എടുക്കുമ്പോൾ അത് നമ്മുടെ വാച്ചിലും കാണിക്കും. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഓണറിൻ്റെ വാച്ചിനില്ല. പ്ലേ സ്റ്റോർ ഓണറിൻ്റെ വാച്ചിൽ അവൈലബിൾ ഇല്ല. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഒരു ആപ്സും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഓരോ അപ്ഡേറ്റിൽ വരുന്ന എന്താണോ അത് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഫോട്ടോസ് ഇതൊക്കെ കാണാൻ പറ്റും, മെസ്സേജസ് റീഡ് ചെയ്യാം, ഓരോ സെലക്ട് ചെയ്തിട്ട് അതിന് റിപ്ലൈയും കൊടുക്കാൻ പറ്റും. ബാക്കി എല്ലാം കൊണ്ടും മുമ്പ് എന്തെങ്കിലും നിൽക്കുന്നത് ഈ ഒരു വാച്ച് തന്നെയാണ്. എന്തിനേറെ പറയുന്നത്, ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് പോലും ഫോസിലിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ്. അപ്പോൾ സ്വിമ്മിങ് ചെയ്യുമ്പോൾ കൈ കെട്ടാം. ഈ ഒരു വാച്ചും അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ 30 മീറ്റർ ഉള്ളൂ, ഇതിന് 50 മീറ്റർ ആണ്. പിന്നെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരു വെയിറ്റ് ആണ്. കുറച്ചുകൂടി വെയിറ്റ് ഫീൽ ചെയ്യുന്നത് ഫോസിലിൻ്റെ വാച്ചിനാണ്. പക്ഷേ ബിൽഡ് രണ്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. ഈ സ്ട്രാപ്സും യൂസ് ചെയ്തേക്കുന്നത് സെയിം ആണ് ഏകദേശം മെറ്റീരിയലൊക്കെ. സ്ട്രാപ്സും അതേപോലെ തന്നെ മാറ്റാൻ പറ്റുന്ന സ്ട്രാപ്സ് ആണ് ഈസി ആയിട്ട്. അപ്പോൾ ഒരുപാട് സ്ട്രാപ്പ് മോഡൽസ് ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റാവുന്നത്. ഇതിൻ്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മോഡൽ ഉണ്ടായിരുന്നു, അത് ഇനിയും 1500 രൂപ കൂടുതലാണ് കാരണം ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രാപ്പിന്. അപ്പോൾ പ്ലാസ്റ്റിക് സ്ട്രാപ്പ് തന്നെ മതിയെന്നുകൊണ്ടാണ് അവനത് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഓണർ സ്മാർട്ട് വാച്ചിൻ്റെ ഒരുവിധം ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും പുതിയൊരു സ്മാർട്ട് വാച്ച് വാങ്ങാൻ പ്ലാൻ ഉണ്ട്, ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഈ ഒരു ബഡ്ജറ്റിൽ നല്ല കിടിലൻ സ്മാർട്ട് വാച്ചാണ്. അതല്ലാതെ ബിഗ് ബില്യൺ ഡേയുടെ സമയത്ത് ഇതിന് 1000 രൂപ എക്സ്ട്രാ കാർഡിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു സമയത്ത്. പിന്നെ ഈ ഒരു വാച്ച് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി ഫോസിൻ്റെ വാച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാങ്ങാനെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നത്. അപ്പോൾ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്വന്തം വാച്ചാണ് ഫോസിൽ, എന്നിട്ട് കൂടി ഞാൻ പറയുന്നത് ബെറ്റർ വാച്ച് ഓണറാണ് ഇത് വെച്ച് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ലേറ്റസ്റ്റ് ആണ്, കുറച്ചുകൂടി ബെറ്റർ ആയ സ്പെക്കുകളുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം കാണിച്ചത് ഒരു വലിയൊരു ബോക്സ് ആണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് നമുക്ക് ചെയ്യണ്ടേ. ആ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വരികയുള്ളൂ. അപ്പോൾ ആ വലിയ ബോക്സിലെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ വീണ്ടും കാണാം.